പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് ലക്ഷദ്വീപിന്റെ 10 ദ്വീപുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൽ തുടക്കം. ഒരുപക്ഷേ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ, എന്റെ മുൻ പ്രാസംഗികരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, മൂക്കറ്റം കണ്ണും കുടിച്ചു വന്ന് വിരളിപ്പിടിച്ചു പോകുന്ന ഏതെങ്കിലും കോൺഗ്രസിന്റെ താല്പര്യക്കാരുണ്ടെങ്കിൽ, ഒരു കാലഘട്ടം ചരിത്രവും നിങ്ങൾക്ക് മറന്നുപോയിട്ടില്ല എങ്കിലോ 10 പേരിൽ നിന്ന് തുടങ്ങിയ ഈ പ്രസ്ഥാനം നിന്റെ ഒരു മൂക്കറ്റം കണ്ണു കുടിച്ചവന്റെ മുമ്പിലും അധികാരത്തിന്റെ സോപാനത്തിന്റെ മുമ്പിൽ ആറാടിയ സമയത്തും മറന്നുപോകാതെ ചരിത്രം സാക്ഷിയാക്കി ഞങ്ങളുടെ മുമ്പിൽ വഴി നടന്ന് കാണിച്ചു തന്ന ഡോക്ടർ കോയ സാഹിബ് പിരിച്ച ഈ പാതയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിലോ പ്രിയപ്പെട്ട എന്റെ പോലീസ് ഉദ്യോഗസ്ഥനോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞേക്കാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 24 മണിക്കൂർ നിയമപരമായി എടുക്കേണ്ട പെർമിഷൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എടുത്തിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹിക സംഘടന ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് മതിയായ സുരക്ഷ നൽകേണ്ട ഉത്തരവാദിത്തം ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. ആ ഉദ്യോഗസ്ഥർ അത് മറന്നുകൊണ്ട് കേവലം ഒരു ഉദ്യോഗസ്ഥരെ മാത്രം ഇവിടെ പറഞ്ഞയച്ചു ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രാസംഗികരെയും ഞങ്ങളുടെ പിഞ്ഞു പൈതങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെയും അലങ്കോലപ്പെടുത്താൻ വന്നാൽ നിയമം കയ്യിലെടുക്കേണ്ട സമയത്ത് നിയമം കയ്യിലെടുത്ത് ഈ നാടിനെ സംരക്ഷിക്കുവാനുള്ള ത്രാണി ഈ പാർട്ടിക്കും ഈ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്കുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിക്കോ. നിയമപരമായി ഈ തമ്മാളിയുടെ മുകളിൽ എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന നിയമപരമായ നടപടി നാളെ മുതൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഈ പാർട്ടി നിന്റെ ദേശത്തിന്റെ മുമ്പിൽ ആഴിക്കെത്തിക്കും. അത് മനസ്സിലാക്കിക്കൊള്ളണം. കരിഞ്ഞു പോകുന്ന തീയല്ല ഇത്. നിരവധിയായ വിഷയങ്ങൾ എനിക്ക് സംസാരിക്കുവാനുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം ഒരു 10 മിനിറ്റ് സംസാരിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. ആ 10 മിനിറ്റ് ഒരു നിഷ്ഠൂരനായ വെള്ളം അടിക്കാരന്റെ മുമ്പിൽ, കള്ളു കുടിക്കാരന്റെ മുമ്പില് സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഈ ലക്ഷദ്വീപിന്റെ രാഷ്ട്രീയ മണ്ഡലത്തില് എന്തെല്ലാം നിരവധിയായ വിഷയങ്ങൾ ഈ സന്ധി സംഭവിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധം ഇവിടുന്ന് ജയിച്ചു പോയ ജനപ്രതിനിധിക്കുണ്ടോ? 2500ഓളം ചില പോസ്റ്റുകൾ റദ്ദ് ചെയ്യുവാൻ വേണ്ടി ലക്ഷദ്വീപ് ഭരണകൂടം നീക്കം നടത്തിയപ്പോൾ ആ നീക്കം ലക്ഷദ്വീപുകാരുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ LSA ശ്രമിച്ചപ്പോൾ അടുത്ത ഒരു പാർലമെന്റ് സെഷനിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു നാടകം. LSA നടത്തുന്ന ഈ പരിപാടിയുടെ ക്രെഡിറ്റ് ഒരിക്കലും LSA-ക്കാരന് കിട്ടുവാൻ പാടില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പേരിന് വേണ്ടി ഒരു കാര്യം അവതരിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ്